Hello students, in the last class we have iteration 2 which starts with the basic variables x1, x2 and xx. Then our conclusions were r equal to 4 and p equal to 2. P equal to 2 means from x1, x2, x6 the second variable x2 leaves out of the basis and the variable r equal to 4 indicates that the variable x4 replaces x2. With that conclusion, we move to iteration 3 of the procedure. We can write the steps for iteration 3. Iteration 3, we have the r and p values. Iteration 3 starts from the conclusions of iteration 2. Iteration 3 with the conclusions r equal to 4 and p equal to 2 last we get. That means x1, x2, x6 is replaced by x1 r equal to 4, x4, x2, p equal to 2 മാറിയിട്ട് r equal to 4 വരുമ്പോൾ x1, x4, x6 are the basic variables. We can note the basic variables. x1, x2 പോയി പകരം x4 വന്നു. p equal to 2 means x2 leaves. r equal to 4 means p equal to 2 means x2 leaves. r equal to 4 means x4 comes. x1, x4, x6 basis. ഇത് വെച്ചുള്ള a naught inverse ആണ് നമുക്ക് ആവശ്യമുള്ളത്. a naught എഴുതി a naught inverse കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ എളുപ്പത്തിൽ a naught inverse കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സ് പറഞ്ഞു തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും വലിയ ഡിറ്റർമിനൻസ് ഒക്കെ ആണെങ്കിൽ വലിയ മെട്രിസസ് ഒക്കെ ആണെങ്കിൽ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോഫാക്ടേഴ്സ് അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എന്നുള്ള ഇക്വേഷൻ ഒക്കെ ഉപയോഗിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പഴയ a naught inverse എടുക്കണം. ഇതിന് തൊട്ട് മുമ്പിലത്തെ കാൽക്കുലേഷനിൽ ഉണ്ടായിരുന്ന a naught inverse നമുക്ക് എടുക്കാം. That will be the a naught inverse plus 1. 102 by 6, 01 minus 1 by 6, 00 1 by 6 എന്ന് ഈ കാണുന്ന a naught inverse നമ്മൾ എടുക്കാൻ പോവാം. അപ്പോൾ ഐറ്ററേഷൻ 2-ലെ a naught inverse ഈ കാണുന്നത് നമ്മൾ എടുക്കും. ആ കൂടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നമുക്ക് ആരാ ഇനി വരാനുള്ള r equal to 4 തേർഡ് വേരിയബിൾ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് മെട്രിക്സിലെ ചേഞ്ചസ് വന്നത് a14 ബാർ, a24 ബാർ, a34 ബാർ. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ടേബിളിൽ എവാലുവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവരെ രണ്ടുപേരെയും ചേർത്ത് a naught inverse ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം ഇവരെ രണ്ടുപേരെയും ചേർത്ത് നമുക്ക് a naught inverse കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഐറ്ററേഷൻ 2-ൽ നമ്മൾ ചെയ്തത് അങ്ങനെയല്ല. a naught എഴുതി നോർമൽ പ്രൊസീജിയറിൽ ആ സ്റ്റെപ്സ് ഇവിടെ കാണുന്നില്ല. ഞാൻ സ്റ്റെപ്സ് ആദ്യം എഴുതുകയും പിന്നീട് മായ്ച്ച് കളഞ്ഞിട്ട് a naught inverse മാത്രമായിട്ട് എടുത്ത് എഴുതുകയും ചെയ്തതാണ്. ഡിറ്റർമിനന്റ് ആണ് 6, അതാണ് ഡിവിഷൻ വന്നേക്കുന്നത്. കോഫാക്ടർ മെട്രിക്സ് എഴുതി അഡ്ജോയിന്റ് എഴുതി അങ്ങനെയാണ് a naught inverse ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഞാനത് മായ്ച്ച് കളഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്സ് കളഞ്ഞതാണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്സ് വേറെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. അങ്ങനെയാണ് നമ്മൾ അവിടെ a naught inverse കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ ഫ്രാക്ഷൻസ് ഒക്കെ വന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നു. നമ്മളതുകൊണ്ട് a naught inverse കാൽക്കുലേറ്റ് ചെയ്യാൻ പഴയ a naught inverse ഇപ്പോൾ ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന റെഡിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന പഴയ a naught inverse ഐറ്ററേഷൻ 2-ൽ പുതിയ r equal to 4 വരും എന്നറിഞ്ഞപ്പോൾ നമ്മൾ പുതിയ കോഎഫിഷ്യന്റ് മെട്രിക്സ് ലെ ഫോർത്ത് കോളം a14 ബാർ, a bar indicates that they are the revised coefficients. ഒറിജിനൽ മെട്രിക്സിലല്ല റിവൈസ് ചെയ്ത കോഎഫിഷ്യൻസ് ആണ്. c1 ബാർ c2 ബാർ ഒക്കെ എഴുതുമ്പോഴും ഒറിജിനൽ കോഎഫിഷ്യൻസ് അല്ല, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ ഒറിജിനൽ കോഎഫിഷ്യൻസ് അല്ല, പുതിയ കോഎഫിഷ്യൻസിനെ എഴുതാനാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഉപയോഗിച്ച് മെട്രിക്സിനെ നോട്ട് ചെയ്യാൻ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവും. ഇവരെ രണ്ടുപേരെയും അത് ബുക്കോട് എടുത്ത് വെക്കുക. ഇവരെ രണ്ടുപേരെയും ഉപയോഗിച്ച് നമ്മൾ a naught inverse ഐറ്ററേഷൻ 3-ലെ a naught inverse കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. a naught inverse വേണ്ടി ഐറ്ററേഷൻ 2-ലെ a naught inverse അതേതായിരുന്നു 1 0 0 എന്നുള്ളത് ഫസ്റ്റ് കോളം. we write the first column 1 0 0, second column 0 1 0,
തേർഡ് കോളം കഴിഞ്ഞ കാൽക്കുലേഷനിൽ 2/6 1/3 എന്നൊക്കെ വേണം എഴുതാവേ. 2/6 മൈനസ് 1/6 then 1/6. ഇതാണ് ഐറ്ററേഷൻ 2ലെ എ നോട്ട് ഇൻവേഴ്സ്. ഇത് ഐറ്ററേഷൻ 2ലെ എ നോട്ട് ഇൻവേഴ്സ്. അതും ഐറ്ററേഷൻ 2ൽ നമ്മൾ വെച്ചിരിക്കുന്ന AI4 ബാർ AI4 r equal to 4 AI4 ബാർ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ വാല്യൂസ് എന്തായിരുന്നു? -1/3. നിങ്ങൾ ബുക്കിൽ നോക്കുക, അതാണ് എളുപ്പം. ഞാൻ എപ്പോഴും ഇത് പഴയ ബോർഡ് എടുത്ത് കാണിക്കുന്ന അത്ര എളുപ്പമല്ല, അതുകൊണ്ടാണ്. -1/3 then 5/3 then ഏതായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തന്നല്ലേ. A14 ബാർ A24 ബാർ A34 ബാർ നമ്മൾ എവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സ്റ്റേജിൽ. അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്യാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമുക്കിനി AI4 ബാർ ബേസിസിലേക്ക് വരുന്ന പോലെ അല്ലേ, ഫോർത്ത് വേരിയബിൾ ബേസിസിലേക്ക് വരണം, സെക്കൻഡ് വേരിയബിൾ പോകണം. ഇതിന്റെ പൊക്കത്തിൽ എഴുതിയേക്കുന്ന x1 x4 x6 എന്നുള്ളത് ഇതിന്റെ പൊക്കത്തിലെ വേരിയബിൾ ഒന്നും അല്ല. ഇത് x1 ഇത് x2 ഇത് x6 അങ്ങനെയാണ് നിൽക്കുന്നത്. x1 x2 x6 ആണ് പഴയ മെട്രിക്സ് നിൽക്കുന്നത്. ഇത് x4ന്റെ റിവൈസ്ഡ് കോഎഫിഷ്യൻസ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് എ നോട്ട് ഇൻവേഴ്സ് ചെയ്യാം. നമ്മൾ സിംപ്ലക്സ് പ്രൊസീജിയറിൽ ചെയ്യാറുള്ളത് പോലെ ഇത് ബേസിസിലേക്ക് വരണമെങ്കിൽ എന്താ ചെയ്യുക? ബേസിസിലേക്ക് വരണമെങ്കിൽ ഈ പൊസിഷൻ 1 ആകണം. ഈ പൊസിഷൻ 1 ആവണമെങ്കിൽ ഇപ്പൊ 5/3 കിടക്കുന്നത് 3/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ഇവിടെ അല്ല നമ്മൾ എഴുതുക. x2 പോയി അവിടെ നമുക്ക് ആര് വരണം? x4 വരണം. അപ്പൊ ഈ പൊസിഷനിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ ആണ് 5/3 × 3/5 ചെയ്താലാണ്. അപ്പോൾ x2ന്റെ കോളം ഇൻവേഴ്സിൽ അങ്ങനെയാകും. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് ഇതായിരിക്കും. ഫസ്റ്റ് കോളം is same 1 0 0. No, we can write the second row. That is easy to understand. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം അതായിരിക്കും. സെക്കൻഡ് റോയിൽ ഈ പൊസിഷനിൽ 1 വരണം. അപ്പൊ ആ സെക്കൻഡ് റോയെ മുഴുവനും, പഴയ എ നോട്ട് ഇൻവേഴ്സിലെ സെക്കൻഡ് റോയെ മുഴുവനും 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എഴുതുന്നത്, ഈ കിട്ടുന്നത് എ നോട്ട് ഇൻവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ പോവാം. ആദ്യം ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോയെ ഈ മെട്രിക്സിലാണ്, ഈ മെട്രിക്സിൽ ഈ പൊസിഷനിൽ 1 വരണം. അതുകൊണ്ട് സെക്കൻഡ് റോയെ 3/5 R2 ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് റോ ആണ് എഴുതുന്നത്. ഫസ്റ്റ് എലമെന്റ് 0, സെക്കൻഡ് എലമെന്റ് 3/5 -1/6 × 3/5 -3 / 30 എന്ന് ആകുന്നു. ഇനി ഈ പൊസിഷനിൽ 0 വരണം. ഈ പൊസിഷൻ 0യിലേക്ക് വരണം. x4 ബേസിസിലേക്ക് വരുവാ. ഈ പൊസിഷൻ 0 വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ പൊസിഷനിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. × 1/3 R2ലെ എലമെന്റിനെ അല്ലെ, R2 × 1/3 പ്ലസ് ഫസ്റ്റ് റോ R1 പ്ലസ് R1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ -1/3 ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് 0 ആകാൻ വേണ്ടിയാണ് കാൽക്കുലേഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആദ്യത്തെ എലമെന്റ് എന്താവും? 1. താഴെ 0 ആയതുകൊണ്ട് ഓപ്പറേഷന് പ്രാധാന്യമില്ല, അത് 1 തന്നെയാവും. ഇതിനെന്ത് ചെയ്യും? 0 താഴെ എന്താ ചെയ്യുക? 1/3 R2 ആഡ് ചെയ്യുക. 1 × 1/3 1/3 എന്ന് വരും. ദാറ്റ് ഇസ് 1/3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 3/5നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനല്ലല്ലോ, 3/5 ന്യൂ R2 3/5 × 1/3. അപ്പോൾ 3/5 × 1/3 മീൻസ് 1/5. ദിസ് ഇസ് 1/5. ഇനി അടുത്ത ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ഉള്ളത് R1ലുള്ളത് 2/6 ആണ്. ഇവിടെ ഉള്ളത് -3/30 ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? R1ലുള്ളത് 2/6, ഇവിടെ ഉള്ളത് -3/30.
minus 3/30 into 1/3 plus R1-ലെ corresponding element 2/6. അപ്പോൾ 3 ക്യാൻസൽ ചെയ്യും. minus 1/30 plus 2/6. 30 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു 5 കൂടെ വേണം. 10 minus 1 divided by 30, that is 9/30. 9/30. നമ്മുടെ റോ ഓപ്പറേഷൻസ് ആണ് അവിടെ ചെയ്യുക എന്ന് വിചാരിച്ചാൽ മതി. ഇനി എന്നാ വേണ്ടേ? x4 ബേസിസിലേക്ക് വരണം. ഈ കോളം വെക്ടർ ആണ് ബേസിസിലേക്ക് വരേണ്ടത്. അപ്പോൾ അത് 0 സെക്കൻഡ് പൊസിഷനിലാണ് ബേസിസിൽ വരുന്നത്. x1 പഴയതായിരുന്നു, x4 സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. 0 1 0 വരണം. അപ്പോൾ ഇത് 0 ആകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഓപ്പറേഷൻ എന്താ ചെയ്യുക? ഇവിടുത്തത് 1 ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാനുള്ള? 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുക എവിടുന്നാ? R3യിൽ നിന്ന്. R3 goes to R3 മൈനസ് 1/3 കൊണ്ട് ആരെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? R2 ആണ് സോഴ്സ് റോ. മൈനസ് 1/3 R2 ന്യൂ. R2 ന്യൂ. അതാണ് മുമ്പ് എനിക്കൊരു തെറ്റ് പറ്റിയത്. അപ്പോൾ R2 ന്യൂ ഉപയോഗിക്കുക. ഇവിടെ ഉള്ളത് R2 ന്യൂ ഇൻറ്റു 1/3. അപ്പോൾ R3 0 മൈനസ് 1/3 ഇൻറ്റു R2 ന്യൂ. അവിടെ 0 ആണ്. അപ്പോൾ 0 കൂടെ ഓപ്പറേറ്റ് ചെയ്തു, 0 കിട്ടി. അടുത്ത എലമെന്റിൽ 0 ഓപ്പറേഷൻ വേണമെങ്കിൽ എഴുതാം. 0 R3യിലെ എലമെന്റ്, പഴയ R3യിലെ എലമെന്റ് 0 മൈനസ് 1/3 ഇൻറ്റു പുതിയ R2യിലെ എലമെന്റ് 3/5. അപ്പോൾ 3 ക്യാൻസൽ ചെയ്യും, മൈനസ് 1/5 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, ഇറ്റ് ഇസ് മൈനസ് 1/5. ദെൻ ഫോർ ദ ലാസ്റ്റ് എലമെന്റ് R3, പഴയ R3യിലെ എലമെന്റ് 1/6 ആണ്. മൈനസ് 1/3 ഇൻറ്റു പുതിയ R2യിലെ എലമെന്റ് 3/30 ആണ് കറസ്പോണ്ടിങ്ലി. അപ്പോൾ 3 ക്യാൻസൽ ചെയ്തിട്ട് 30 കോമൺ ഡിനോമിനേറ്റർ എടുത്താൽ എന്ത് വരും? 6 ഇൻറ്റു 5 13. ഇവിടെ ഒരു 5 വരും. മൈനസ് 1 4 1 അല്ലയോ? 6 5 30, 5 ഇവിടെ വരും. 5 മൈനസ് 1 മൈനസ് 1/3 ഇൻറ്റു R2 മൈനസ് 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, മൈനസ് 3/30 കൂടിയായിരുന്നു അത്. അപ്പോൾ സൈൻ 5 പ്ലസ് 1 മൈനസ് മൈനസ് പ്ലസ്. There is a difference. So 6/, I have the answer in the book and I am comparing with the answer in the book. പ്രോബ്ലം എത്ര വലുതായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 6/30 എന്ന് നമുക്ക് ഇവിടുത്തെ എൻട്രി കിട്ടും. അപ്പോൾ A0 ഇൻവേഴ്സ് നമ്മൾ അല്ലാണ്ട് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം, കോഫാക്ടർ മെട്രിക്സ് എഴുതണം, അഡ്ജോയിന്റ് എഴുതണം, ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ പ്രോസസ്സ് വളരെ വലുതായിരുന്നു. ഇപ്പോൾ അതിൽ എളുപ്പത്തിൽ നമുക്ക് A0 ഇൻവേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു എളുപ്പകാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഏകദേശം തീരാറായി. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് A0 ഇൻവേഴ്സ് കിട്ടിയ സ്ഥിതിക്ക് A0 ഇൻവേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്ലയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. മൾട്ടിപ്ലയേഴ്സ് C0 വേണം. ഇപ്പോഴത്തെ C0 എന്നാ? x1 x4 x6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C0. x1 x2 x3 1 ആ. അപ്പോൾ x4 x6ന്റെ 0 ആണ്. 1 0 0 എന്നുള്ളതാണ് നമ്മളുടെ C0. A0 ഇൻവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പൈ എന്ന് പറയുന്നത് π1/2 π3 മൈനസ് C0 മൈനസ് 1 മൈനസ് പുറത്ത് കൊടുത്തുകൊണ്ട് ഇവിടെ 1 മതി. 0 0 ഇൻറ്റു ദിസ് മെട്രിക്സ് 1 0 0 then 1/5 3/5 minus 1/5 then 9/30 minus 3/30 then 6/30. That is minus 100 into 1. ഇത് ആദ്യത്തത് മൈനസ് 1 ആയിരിക്കും മൾട്ടിപ്ലയറിലെ. രണ്ടാമത്തെ 100 കൊടുക്കുമ്പോൾ മൈനസ് 1/5 എന്ന് കിട്ടും. മൂന്നാമത്തത് 100 ആയതുകൊണ്ട് മൈനസ് 9/30 എന്ന് കിട്ടും. മൈനസ് 9/30. These are the multipliers.